ബംഗളൂരുവിൽ മലയാളി യുവാവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ച തൃശൂർ തളിക്കുളം സ്വദേശി സുനിതയുടെ മരണം കേരളം വിറച്ച ഒരു കൊലപാതക കേസിലെ വെളിപ്പെടുത്തലുകളെ വീണ്ടും ചർച്ചകളിലേക്ക് എത്തിക്കുന്നു. ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിലിൽ ലഭിച്ച VIP പരിഗണനകളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട സുനിതയാണ് കൊല്ലപ്പെട്ടത്. സുനിതയുടെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് അന്ന് ജയിൽ വകുപ്പും രാഷ്ട്രീയ നേതൃത്വവും ഒരുപോലെ പ്രതിരോധത്തിലായിരുന്നു. ഷെറിൻ ശിക്ഷായിളവ് നേടി പുറത്തിറങ്ങി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുനിതയുടെ മരണം ആസൂത്രിതമായ ഒരു കൊലപാതകമാണോ എന്ന സംശയം ശക്തമാവുകയാണ്. അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിനൊപ്പം കഴിഞ്ഞ 5 മാസക്കാലമാണ് സുനിതയുടെ ജീവിതത്തിൽ വഴിതിരിവായത്. ഷെറിന് ജയിലിനുള്ളിൽ മൊബൈൽ ഫോണും മേക്കപ്പ് സാധനങ്ങളും ഉപയോഗിക്കാൻ സൗകര്യമുണ്ടെന്നും മുൻമന്ത്രി KB ഗണേഷ് കുമാർ അടക്കമുള്ള ഉന്നതരുടെ സംരക്ഷണം ഷെറിനുണ്ടെന്നും സുനിത വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ തനിക്ക് വധഭീഷണിയുണ്ടെന്ന് സുനിത പലവട്ടം ആവർത്തിച്ചിരുന്നു. ജയിൽ DIG ആയിരുന്ന പ്രദീപിനെതിരെയും സുനിത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ സുനിതയെ ഷെറിനും കൂട്ടരും ലക്ഷ്യമിട്ടിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ബംഗളൂരുവിലെ നായ സംരക്ഷണ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ ദീപക് കൃഷ്ണനാണ് സുനിതയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. വെറുമൊരു മർദ്ദനത്തിനപ്പുറം സുനിതയുടെ തല ഭിത്തിയിൽ ആവർത്തിച്ചിടിച്ചും നെഞ്ചിൽ ചവിട്ടിയും കൊലപ്പെടുത്താൻ ശ്രമിച്ച ദീപകിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത്. സുനിതയെ ഉപദ്രവിച്ച ശേഷം പോലീസുകാരെ പോലും പൂട്ടിയിട്ട് ദീപക് കടന്നുകളഞ്ഞത് ആസൂത്രിതമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സുനിത നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതാണ് അക്രമത്തിന് കാരണമായി പറയുന്നതെങ്കിലും ഇതിന്റെ മറവിൽ പഴയ പക തീർക്കാൻ ആരെങ്കിലും ദീപകിനെ കരുവാക്കിയതാണോ എന്ന് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. സുനിതയ്ക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിൽ ബംഗളൂരു പോലീസിനും ആശുപത്രികൾക്കും സംഭവിച്ച വീഴ്ചകൾ സംശയകരമാണ്. 3 ആശുപത്രികളിൽ എത്തിച്ചിട്ടും കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെന്ന പരാതിയുണ്ട്. മസ്തിഷ്ക മരണം ഉറപ്പാക്കിയ ശേഷമാണ് സുനിതയെ തൃശൂരിലേക്ക് മാറ്റിയത്. പ്രതിയെ പിടികൂടാൻ വൈകിയതും അന്വേഷണം മന്ദഗതിയിലായതും ആരുടെയെങ്കിലും സമ്മർദ്ദം മൂലമാണോ എന്ന് പരിശോധിക്കണം. ഷെറിനെ മോചിപ്പിക്കാൻ ഇടപെട്ട മന്ത്രി ഗണേഷ് കുമാറിന്റെ പേരും ഇതോടൊപ്പം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. തൃശൂർ ഈസ്റ്റ് പോലീസിൽ ഭർത്താവ് ഷിൻഡോ പരാതി നൽകിയിട്ടുണ്ട്. നീതി കിട്ടും വരെ പോരാടുമെന്ന് കുടുംബം വ്യക്തമാക്കുമ്പോൾ സുനിതയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കൈകൾ ആരുടേതാണെന്നത് കേരളവും ബംഗളൂരു പോലീസും ഒരുപോലെ തെളിയിക്കേണ്ടതുണ്ട്.